ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം റോബിൻ ബസ് വീണ്ടും നിരത്തിലിറങ്ങി. അതോടെ മോട്ടോർ വാഹന വകുപ്പും കളത്തിലുണ്ട്. സർവീസ് പുനരാരംഭിച്ച് ബസ് 2 കിലോമീറ്റർ അപ്പുറം എത്തിയതോടെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന. എന്നാൽ വാഹനത്തിന്റെ രേഖകളും യാത്രക്കാരുടെ ലിസ്റ്റും പരിശോധിച്ചതിന് പിന്നാലെ വിട്ടയച്ചു. പിന്നീട് മൂവാറ്റുപുഴയിലും വാളയാറിലും സമാനമായ രീതിയിൽ പരിശോധന നടത്തിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. കോടതി വിധിയിൽ സർവീസ് നടത്തുമ്പോഴും എന്തിനാണ് റോബിനെ മാത്രം മോട്ടോർ വാഹന വകുപ്പ് വേട്ടയാടുന്നത് എന്നാണ് ബസ് ജീവനക്കാരും യാത്രക്കാരും ചോദിക്കുന്നത്. ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് റോബിൻ ബസ് സർവീസ് ആരംഭിച്ചത്. പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിലായിരുന്നു സർവീസ്. മുൻകൂട്ടി ബുക്ക് ചെയ്ത യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പുലർച്ചെ 5 മണിക്ക് പത്തനംതിട്ടയിൽ നിന്ന് ഓട്ടം തുടങ്ങിയ റോബിൻ ബസിനെ 2 കിലോമീറ്റർ അകലെ മൈലപ്രയിൽ തടഞ്ഞു. തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾ പിന്നിട്ട് മൂവാറ്റുപുഴയ്ക്ക് സമീപം ആനിക്കാടായിരുന്നു രണ്ടാമത്തെ പരിശോധന. യാത്രക്കാരുടെ ലിസ്റ്റും മറ്റ് രേഖകളും പരിശോധിച്ച ശേഷം യാത്ര തുടരാൻ അനുമതി. മൂന്നാമത്തേത് വാളയാറിലായിരുന്നു. കഴിഞ്ഞ തവണ വാളയാർ എത്തുന്നതുവരെ 12 ഇടത്തായിരുന്നു പരിശോധനയും പിഴയൊടുക്കലും. റോബിന്റെ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണയുമായി വണ്ടി നിറയെ യാത്രക്കാരും വഴിനീളെ അഭിവാദ്യമർപ്പിച്ച് ഫാൻസും. സർവീസ് നിയമപരമല്ലെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശനിയാഴ്ചയാണ് റോബിൻ എന്ന ബസ് ഉടമ ബേബി ഗിരീഷിന് ബസ് കൈമാറാൻ ഉത്തരവിട്ടത്. ഗതാഗത നിയമം ലംഘിച്ചതിന് 82,000 രൂപ ഗിരീഷ് പിഴയടച്ചതിനെ തുടർന്നാണ് അനുകൂല വിധി വന്നത്. പിഴയടച്ചിട്ടും ഹൈക്കോടതി ഉത്തരവ് വന്നിട്ടും ബസ് വിട്ടു നൽകാൻ അധികൃതർ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ബേബി ഗിരീഷ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. മുൻകൂർ ബുക്ക് ചെയ്ത യാത്രക്കാരുമായി യാത്ര നടത്താൻ മാത്രമേ റോബിൻ ബസിന് കേരള ഹൈക്കോടതി അനുമതി നൽകിയിട്ടുള്ളൂ എന്നും MVD അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടങ്ങളിൽ വാഹനങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് യാത്രക്കാരെ കയറ്റി മറ്റൊരു പ്രത്യേക സ്ഥലത്ത് ഇറക്കണമെന്നാണ് വ്യവസ്ഥ. ന്യൂസ് 18 പത്തനംതിട്ട. ചില